കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കഴിഞ്ഞ മാസം, അതായത് ഒരു മാർച്ച് മാസത്തിലെ 35ലധികം ആളുകളെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിച്ച 3 ടിപ്സിനെ പറ്റിയിട്ടാണ്. ഈ 3 ടിപ്സും എല്ലാവരും ഫോളോ ചെയ്തതല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളും ഫോളോ ചെയ്തത് ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ഹോം റെമഡീസിനെ പറ്റിയിട്ടും ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസുകളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നിജോസ് വേൾഡ് എന്ന് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയായിരിക്കും. ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ടിപ്സിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഹോം റെമഡീസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന, അതായത് ഒരു അമ്മയാകാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന എക്സസൈസുകളുമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ 100% നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഉടനടി ലഭിക്കുന്നതിനും യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഇല്ലാതിരിക്കുന്നതിനും ഇതൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഇവരിൽ ചെയ്ത ടിപ്സിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഗ്രാമ്പൂ വെള്ളം കുടിക്കുക എന്നതാണ്. അത്രത്തോളം മിറാക്കിൾ അടങ്ങിയിട്ടുള്ള ഒരു ടിപ്പാണ് ഗ്രാമ്പൂ വാട്ടർ എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിച്ച മാജിക്കൽ ടിപ്പാണ് ഈ ക്ലോസ് വാട്ടർ അഥവാ ഗ്രാമ്പൂ വെള്ളം എന്ന് പറയുന്നത്. ഗ്രാമ്പു ഒരു സുഗന്ധവ്യഞ്ജനമാണ്. ഇതിലടങ്ങിയിട്ടുള്ള പല കണ്ടൻസും നിങ്ങളുടെ ഓവുലേഷൻ നാച്ചുറലായിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്നതാണ്. PCOD ഉള്ളവർക്കും മറ്റ് ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവർക്കും ഒബിസിറ്റി ഉള്ളവർക്കും ഒക്കെ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നാച്ചുറലി നടക്കാറില്ല. അങ്ങനെ വരുമ്പോഴേക്കും പലരും മെഡിസിൻസിനെ ആശ്രയിക്കുന്ന ഒരു പ്രവണതയുണ്ട്. നമ്മൾ മെഡിസിൻസ് എടുക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള റെമഡീസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഗുണം അതിനേക്കാളും ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. ഗ്രാമ്പു വെള്ളം ഉപയോഗിക്കുന്നത് വഴി ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിനും എഗ്ഗ് നാച്ചുറലായിട്ട് പൊട്ടുന്നതിനും ഇത് സഹായിക്കുന്നു. അതുമാത്രമല്ല, ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് ആണ് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. ഈ സെർവിക്കൽ മ്യൂക്കസ് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വരികയാണെങ്കിലോ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ചാൻസസ് കുറച്ച് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നു. PCOD ഉള്ളവർക്ക് മാത്രമല്ല, പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഏതൊരു കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. പീരിയഡ്സിന്റെ ആദ്യത്തെ 5 ദിവസങ്ങളിൽ പലരും ഫോളോ ചെയ്യുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇഞ്ചി വെള്ളം കുടിക്കുക എന്നതാണ്. ഇഞ്ചി വെള്ളം നമ്മുടെ യൂട്രസിനെ ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതായത് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡ് ഒന്നും ശരീരത്തിൽ നിൽക്കാതെ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയി പോകുന്നതിനും എൻഡോമെട്രിയൽ ടിഷ്യൂസ് കൃത്യമായിട്ട് പുറത്തേക്ക് വരുന്നതിനും ഇത് സഹായിക്കുന്നു. അതിനുശേഷം പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിന്നിട്ട് ഓവുലേഷൻ നടക്കുന്ന ദിവസം വരെയാണ് ഗ്രാമ്പൂ വെള്ളം കുടിക്കേണ്ടത്. രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിലാണ് ഗ്രാമ്പൂ വെള്ളം കുടിക്കേണ്ടത്. തൈറോയിഡിന്റെ മെഡിസിൻ എടുക്കുന്ന ആളുകൾ മെഡിസിൻ കഴിച്ചിട്ട് അരമണിക്കൂറിന് ശേഷം ഗ്രാമ്പൂ വെള്ളം എടുത്താൽ മതിയാകും. ഈ ഒരു ടിപ്പ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു ദിവസത്തിൽ ഒരു തവണയായിരിക്കണം. അതായത് രാവിലെയും വൈകുന്നേരം അങ്ങനെ ഗ്രാമ്പൂ വെള്ളം കുടിക്കേണ്ട ആവശ്യം. അതുപോലെ ചില വീടുകളിൽ നമ്മൾ ഗ്രാമ്പൂ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളമായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഗ്രാമ്പൂ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ശരീരത്തിലെ ഹീറ്റ് കൂടുതലായിട്ട് ജനറേറ്റ് ആവുന്നതിനും കാരണമാകുന്നു. അതൊരു സുഗന്ധവ്യഞ്ജനം ആയതുകൊണ്ട്. ഓവുലേഷൻ വരെയൊക്കെ ഒരു ഗ്ലാസ് നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് എടുക്കുമ്പോഴേക്കും ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഹീറ്റ് കൂടും. ഹീറ്റ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിന് അത് കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ടും ഗ്രാമ്പൂ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ ആ ഒരു പരിസ്ഥിതി, നമ്മൾ ആ ഒരു നിൽക്കുന്ന ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് കുറച്ച് ഹീറ്റ് ഉള്ളതാണ്. ഇപ്പോൾ നല്ല ചൂടാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ദിവസം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതിയാവും കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ആരും തന്നെ ഗ്രാമ്പൂ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഗ്രാമ്പൂ ഉപയോഗിക്കേണ്ടത് 5-6 ഗ്രാമ്പൂ എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ നിങ്ങൾ കുതിർത്താനായിട്ട് വെക്കുക. ഓവർനൈറ്റ് നിങ്ങൾ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തിളപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. തലേ ദിവസം തന്നെ നിങ്ങൾ തിളപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകാനായിട്ട് ധൃതി പണി ഉണ്ടാവുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് അതൊന്നും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളൊരു ഈവനിങ് ആകുമ്പോഴേക്കും ഗ്രാമ്പൂ എടുത്തിട്ട് കുതിർത്താനായിട്ട് വെക്കുക. ദെൻ രാത്രി കിടക്കുന്നതിന് മുൻപ് തിളപ്പിച്ചിട്ട് ഇത് മൂടി വെക്കുക കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ മെഡിസിൻ എന്തെങ്കിലും എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കേണ്ട മെഡിസിൻ ഉണ്ടെങ്കിൽ അത് കഴിച്ചതിന് ശേഷം മാത്രം നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് ഒരുപാട് പേർക്ക്
റിസൾട്ട് കിട്ടാൻ സഹായിച്ച ഏറ്റവും ആദ്യത്തെ ടിപ്പ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് 8 വാക്കിംഗ് ആണ്. 8 വാക്കിംഗ് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് പുറത്ത് വാക്കിങ്ങിന് പോകാനായിട്ട് സൗകര്യക്കുറവുണ്ടാകും, സമയക്കുറവുണ്ടാകും, അതുപോലെ താല്പര്യമില്ലാത്തവരുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് 8 വാക്കിംഗ് എന്ന് പറയുന്നത്. ഫെർട്ടിലിറ്റി എക്സസൈസുകളുടെ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ എക്സസൈസും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിച്ചു വരുമ്പോഴേക്കും അതുമൂലം നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കുന്നു. റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രവർത്തനം കൂടുതൽ ക്രിയാത്മകമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നൻസി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. 8 വാക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊരു ലൈവ് ഡെമോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ദീജോസ് വേൾഡ് 8 വാക്കിംഗ്, 8 എന്ന് പറയുമ്പോൾ നമ്മുടെ 8 വാക്കിംഗ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലൈവ് ഡെമോ കിട്ടുന്നതായിരിക്കും. അതനുസരിച്ചിട്ട് 2 ഒബ്ജക്ട്സ് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ട് അതിനിടയിൽ കൂടി നിങ്ങളൊരു 8ന്റെ ഷേപ്പിൽ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നടക്കുന്നത് നിങ്ങളുടെ ആ ഒരു പെൽവിക്കിന്റെ ഭാഗത്തോട്ടും അതുപോലെ യൂട്രസിന്റെ ഭാഗത്തോട്ടും ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓവുലേഷൻ നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഇത് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴേക്കും ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ആകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഇത് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് തിക്കണാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ഇത് കൊടുക്കും കേട്ടോ. ഇതല്ലാതെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള പല എക്സസൈസുകളും ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ആ പ്ലേലിസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്താൽ മതിയാകും. അത് കൂടുതൽ എക്സസൈസുകൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലെഗ് അപ്പ് ദ വാൾ എക്സസൈസ്, ബട്ടർഫ്ലൈ എക്സസൈസ്, മാലാസന തുടങ്ങിയ എക്സസൈസുകൾ ചെയ്യാവുന്നതാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയങ്ങളിൽ കൂടുതൽ ശരീരം അനങ്ങുന്ന തരത്തിലുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. ജിമ്മിൽ പോയി വർക്കൗട്ടുകൾ ചെയ്യുന്നവരാണെങ്കിലും കൂടുതൽ ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആ സമയത്ത് എടുത്ത് പൊക്കാതിരിക്കുക. അതുപോലെ മൂത്ത കുഞ്ഞുണ്ടെങ്കിലും ആ സമയത്ത് കുഞ്ഞിനെ ഒരുപാട് നേരം കുമ്പിട്ട് നിവർന്ന് എടുത്ത് പൊക്കാതിരിക്കുക. അതുപോലെ ഒരുപാട് വെയിറ്റ് ഉള്ള ഒബ്ജക്ട്സ് ഒന്നും നിങ്ങൾ എടുക്കാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിലകത്ത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാണ് രണ്ടാമതായിട്ട് ഒരുപാട് പേര് ഫോളോ ചെയ്തത്. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ടിപ്പാണ് പ്രോപ്പറായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത്. ഫിസിക്കൽ കോണ്ടാക്ട് പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. ഓവുലേഷൻ എന്ന് പറയുന്നത് മാക്സിമം ഒരു 24 to 36 അങ്ങേയറ്റം ഒരു 36 അവേഴ്സ് വരെ ശരീരത്തിൽ നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ്. അണ്ടം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അത്രയും മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അണ്ടം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 24 to 36 അവേഴ്സ് വരെ മാക്സിമം ശരീരത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കൃത്യം ആ ദിവസം തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണമെന്നില്ല. അതിന് മുൻപുള്ള ദിവസങ്ങൾ മുതൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ സ്ത്രീ ശരീരത്തിലെ പുരുഷന്റെ ബീജം മാക്സിമം ഒരു 5 ദിവസം വരെ നിലനിൽക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മില്യൺസ് ഓഫ് സെമൻസിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു ഇജാക്കുലേഷൻ സംഭവിക്കുമ്പോഴേക്കും മില്യൺസ് ഓഫ് സ്പേം സെൽസ് അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ കൂടെ തന്നെയും ശരീരത്തിലെ ഓരോ തടസ്സങ്ങളും ഒക്കെ നേരിട്ട് ആ അണ്ടത്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ചിലപ്പോൾ 1000-ഓ 10,000-ഓ ഒക്കെ ആയിരിക്കും. അതിന്റെ അളവൊന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഗുലർ ആയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. സൈക്കിൾ ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു ഡേറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഈ സൈക്കിൾ ലെങ്ത്, അതായത് ഓരോ മാസവും കൃത്യമായിട്ട് നിങ്ങൾക്ക് പീരിയഡിന്റെ ഡേറ്റ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ, എന്നാണോ നിങ്ങൾക്ക് പീരിയഡ്സ് തീരുന്നത് ആ ദിവസം മുതൽ ഏകദേശം നിങ്ങൾക്ക് കഴിഞ്ഞ മാസം പീരിയഡ് ആയ ഒരു ഡേറ്റ് ഉണ്ടാവുമല്ലോ, ആ ഡേറ്റ് തന്നെ നിങ്ങൾ ഈ മാസം വരുമെന്ന് പ്രതീക്ഷിക്കുക. ദെൻ ആ ദിവസത്തിനേക്കാളും ഒരു 10 ദിവസം മുൻപ് വരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ 10ാമത്തെ ദിവസം മുതൽ ആ പീരിയഡ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം വരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ആ ഫെർട്ടിലിറ്റി ടൈം പീരീഡിൽ നിങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിലോ ഓരോ ദിവസവും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയോ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് വരെ നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഓവുലേഷൻ ഡേറ്റിൽ ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓവുലേഷൻ നടക്കുന്ന ദിവസത്തിൽ വ്യത്യാസമുണ്ടാകും. ചില ആളുകൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡേ ചിലപ്പോൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നഷ്ടമായി പോകാനായിട്ടും ചാൻസ് ഉണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഒരുപാട് പേര് ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സ്. നമ്മുടെ ചാനലിൽ ഇതിനോടകം ഒരുപാട് പേര് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഒട്ടുമിക്ക ആളുകളും സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബിൽ പ്രസ് ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഡിഫിക്കൽട്ടീസ് നേരിടുന്ന ആളുകൾ വരെ ചാനലിലെ ടിപ്സ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു തരത്തിലുള്ള പ്രൊഡക്ട്സും ഇവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതായത് ഒരു തരത്തിലുള്ള
തരത്തിലുള്ള പ്രൊമോഷൻസും ഇവിടെ ചെയ്യുന്നില്ല. നിങ്ങളുടെ അടുക്കളയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയിട്ടോ പ്രഗ്നൻസി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ടിപ്സ് മാത്രമേ ഇവിടെ ചാനലിൽ ഫോളോ ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള സൂപ്പർവിഷൻ്റെ അത്രയും തന്നെ നിൽക്കുന്ന തരത്തിലുള്ളതല്ല ഈ ടിപ്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് പീരിയഡ്സ് ഇറഗുലർ ആണെങ്കിൽ എന്നാൽ ഇന്ന് മുതൽ ഗ്രാമ്പു വെള്ളം കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇറങ്ങരുത്. അല്ലെങ്കിൽ പീരിയഡ്സ് ഇറഗുലർ ആണ്, ചേച്ചിയുടെ ടിപ്സ് ഞാൻ ഒരു വർഷമായിട്ട് ഫോളോ ചെയ്യുന്നു പക്ഷേ പ്രഗ്നന്റ് ആകുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്താണോ നിങ്ങളുടെ പ്രശ്നം, പീരിയഡ്സ് റെഗുലർ ആകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇറഗുലർ ആകുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് തൈറോയ്ഡ് ഉള്ള ആളുകൾക്ക്, ഒബിസിറ്റി ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് പീരിയഡ്സ് റെഗുലർ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഓവുലേഷൻ നടന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണോ പ്രോപ്പർ ആയിട്ടുള്ള റീസൺ അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ ഡോക്ടർ തരുന്ന മെഡിസിനോടൊപ്പം നമ്മുടെ ടിപ്സും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. യൂട്യൂബിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ യൂട്യൂബ് കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് പല വീഡിയോസിൻ്റെ താഴെയുള്ള കമൻസ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്നു എന്ന് പറഞ്ഞൊരു ഇഷ്യൂ എനിക്കിവിടെ യൂട്യൂബിൻ്റെ കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വന്ന മെസ്സേജാണ്. ചിലപ്പോൾ നിങ്ങളുടെയും അങ്ങനെ ഡിലീറ്റ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ ഒന്നുകൂടി കമൻസ് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ മെയ് മാസത്തിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ കഴിഞ്ഞ മാസം 5 മുതൽ ഈ മാസം 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.